Welcome to the final episode of Thevalakkara. The team of Travelocracy is very happy because of the response and love we have received for our last two episodes of Thevalakkara. In this video, we will be covering Kothamangalam Kavu and Mariam Orthodox Syrian Church. Kothamangalam Kavu is a very famous milestone of history of this place. It is situated a little west to the Thevalakkara junction, nearby Mariam junction. This Kothamangalam Kavu and Kalari both are situated. In 1723, the king of Thevalakkara, Aniram Tirunal Marthandavarma, visited the place, and the Kalari had a very important role in various battles led by this king. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കീഴിലുള്ള തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ, അതായത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ, ശ്രീ പത്മനാഭസ്വാമി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു എന്നാണ് അതിൻ്റെ അർത്ഥം. മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാവിഷ്ണു അതിൻ്റെ മൂല ക്ഷേത്രമായ കാസർഗോട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നും തെക്കോട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തേവലക്കരയിലെത്തുകയും അവിടെ അന്ന് പ്രസിദ്ധമായിരുന്ന ഒരു നായർ തറവാട്, ചോലകെട്ടിയപുര എന്ന് പറയുന്ന ഒരു നായർ തറവാടിൽ വിശ്രമത്തിന് ചെല്ലുകയും അന്നവിടെ ഉണ്ടായിരുന്ന കോത എന്ന അന്നത്തെ ആ വീട്ടിലെ അമ്മ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിന് ആവശ്യമായ പഴങ്ങളും പാനീയങ്ങളും നൽകുകയും ചെയ്തു. അതിൽ സംതൃപ്തനായ ഈ ബാലൻ, അതായത് മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീ പത്മനാഭസ്വാമി ആ അമ്മയെ അനുഗ്രഹിക്കുകയും
കോതയെ മംഗലം ഭവതു, അതായത് കോതയ്ക്ക് മംഗലം ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് കോതമംഗലം ഭവതു എന്നുള്ള ഈ വിളിപ്പേരാണ് കുടുംബത്തിന് കിട്ടിയത്. Another very famous place in Thevalakkara is Mariam Orthodox Syrian Church, which is believed to be built over the grave of His Holiness Mar Abu. He hailed from a place which is now in Iraq called Nineveh. He travelled through a number of places and reached Kollam. He was soon held in high esteem from people from all walks of the life due to his spiritual and moral conduct. He later known as Palli Avrachan, and the place where he used to live, the things he have used is being kept in the church till now, and people from all the religions are still worshipping it without any barrier of religion or caste and creed. നിൽക്കുന്നത് തേവലക്കര മറിയം ഓർത്തഡോക്സ് പള്ളിയിലാണ്. തേവലക്കര പള്ളി എന്നാണ് ഇതിനെ കൂടുതൽ ഫേമസ് ആയ പേരെന്ന് പറയുമ്പോൾ തേവലക്കര പള്ളിയാണ്. അപ്പം നമ്മുടെ കൂടെ ഇന്ന് ഫാദറുണ്ട്. ഫാദറിനോട് നമുക്ക് പള്ളിയെ പറ്റി ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഫാദർ, തേവലക്കരയെ പറ്റി ഒരു 2 വാക്ക് പറയാൻ പറ്റുമോ? തേവലക്കര എന്നുള്ളത് കൊല്ലത്തിൻ്റെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പൂർവ്വകാലത്ത് കച്ചവടത്തിൻ്റെ ഒരു എന്താ പറയുക ജംഗ്ഷൻ നമുക്കറിയാം. കൊല്ലം കടപ്പുറമൊക്കെ പണ്ട് കാലത്ത്
ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നില്ല. അതിൽ ഒരിടത്താവളം എന്നുള്ള നിലയ്ക്ക് തേവലക്കര അറിയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. തേവലക്കരയിൽ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ശ്രേഷ്ഠമായ രീതിയിൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പം ഇനി നമുക്ക് കൂടുതൽ പള്ളിയെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാം. തേവലക്കര മറിയം ഓർത്തഡോക്സ് സുറിയാനി പള്ളി മാറാബോ തീർത്ഥാടന കേന്ദ്രമാണ് ഈ പരിശുദ്ധ ദേവാലയം. AD 4-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു പരിശുദ്ധ ദേവാലയമാണ് ഈ ദേവാലയം. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ വളരെയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിച്ച ഒരു ദേവാലയമാണ് ഈ പരിശുദ്ധ ദേവാലയം. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്ന് ക്രൈസ്തവ സമൂഹത്തെ സൃഷ്ടിക്കുകയും അവർ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുകയും ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. മാർത്തോമ ക്രിസ്ത്യാനികളിൽ ആദിമ കാലത്ത് ഒരുപക്ഷെ കൊല്ലത്ത് നിന്ന് വന്ന് പാർത്തവരിൽ പെടുന്നവരാണ് തേവലക്കരയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്നില്ല. 3-4-ാം നൂറ്റാണ്ട് മുതൽ ഈ പരിശുദ്ധ ദേവാലയം അത് ഇന്നത്തെ സ്ഥിതിയിലാവുകയില്ല എന്ന് നമുക്കറിയാമല്ലോ. വളരെ ചുരുങ്ങിയ നിലയിലായിരുന്നിരിക്കണം. ഒരു ദേവാലയത്തിൻ്റെ ഒരു ചെറിയ ഒരു സാഹചര്യം മാത്രമേ ഉണ്ടായിരുന്നിരിക്കുകയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും 4-ാം നൂറ്റാണ്ടിൽ ഒരു ക്രൈസ്തവ സമൂഹം ഈ പ്രദേശത്ത് താമസിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വലിയ വസ്തുതയാണ്. ചരിത്രപരമായി അനേക വസ്തുതകൾ അല്ലെങ്കിൽ സത്യങ്ങൾ, തെളിവുകൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് ഈ പരിശുദ്ധ ദേവാലയത്തെക്കുറിച്ച് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അലക്സ് ഡി മെനസിസ് ഈ ദേവാലയം സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രപരമായി കാണുന്ന ഒരു സംഗതിയാണ്. അതിനു മുമ്പ് തന്നെ പരിശുദ്ധ മറിയം അമ്മയുടെ ഈ ദേവാലയത്തിലേക്ക് പേർഷ്യയിൽ നിന്ന് മാറാബോ പിതാവ് അദ്ദേഹം ഇവിടേക്ക് കടന്നു വന്നു. മാറാബോ പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കടമറ്റത്ത് അച്ഛൻ്റെ ഗുരുവായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ കടമറ്റം പള്ളിയും ഈ ദേവാലയം തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളതും ഈ സമയത്ത് സ്മരണീയമാണ്. മാറാബോ പിതാവിൻ്റെ ഒരു സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ശക്തിയൊക്കെ ഈ ദേശത്തിന് മുഴുവനായിട്ട് അനുഭവവേദ്യം, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അനുഭവവേദ്യമായിരുന്നു എന്ന് മാത്രമല്ല, ഈ കാലത്തും അനേകർ അദ്ദേഹത്തിൻ്റെ കബറിങ്കിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിക്കുകയും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓരോ ദിവസവും ഞാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സത്യമാണ്. തീർച്ചയായിട്ടും ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ ആണ് ഇവിടുത്തെ പ്രധാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഫെബ്രുവരി 7-8 തീയതികളിലായിട്ടാണ് പ്രധാന പെരുന്നാൾ ദിവസങ്ങൾ. അത് ഒരുപക്ഷെ നോമ്പനുസരിച്ച്, നോമ്പിൻ്റെ ക്രമീകരണം അനുസരിച്ച് ഡേറ്റിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നേക്കാം. എന്നിരുന്നാൽ തന്നെയും പ്രധാന പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് ഫെബ്രുവരി 7-8 തീയതികളിലായിട്ടാണ്. ആ സമയത്ത് ഈ ദേശത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് ഈ പെരുന്നാൾ കൊണ്ടാടുന്നു എന്നുള്ളത് വലിയ വാസ്തവമാണ്. അനേകർ നാനാജാതി മതസ്ഥരായിട്ടുള്ള അനേക വ്യക്തിത്വങ്ങൾ, അത് ജാതിമത ഭേദമില്ലാതെ അനേകർ ഓരോ ദിവസവും ഈ ഖബറിങ്കിലേക്ക് കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു എന്നുള്ളത് വലിയ വസ്തുതയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൈതൃകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പരിശുദ്ധ ദേവാലയമാണ് തേവലക്കര പള്ളി എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിശുദ്ധ മാറാബോ പിതാവിൻ്റെയും മധ്യസ്ഥത എല്ലാവർക്കും തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ആശംസിക്കുന്നു. Temple, church and mosque in one proximity and being worshipped by all the people in Thevalakkara without any differences, without any barrier of religion, caste or creed is one of the very speciality of Thevalakkara. You can see the real secularism, the real India there.
There is a lot to tell about Thevalakkara now, but I'm sorry I cannot cover each and everything in this video. I have missed a lot of places. In future, whenever I'll be traveling to Thevalakkara, I'll be definitely trying to make more videos over Thevalakkara Kollam. This is all for now in this Thevalakkara series. We will be soon coming with our next video, which is over Jaipur, celebrations of Mahasankranti in Jaipur, Rajasthan. Please don't forget to subscribe the channel because it will really help us to grow more, as I always say. Namaskaram.